മതരാഷ്ട്രവാദികളുടെ കൈക്കകത്ത് പെട്ടിരിക്കുകയാണോ കേരളത്തിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPM? മതേതരത്വ നിലപാടുകൾ എപ്പോഴും വച്ചു പുലർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും മതേതരത്വമാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുകയും ചെയ്യുമ്പോഴും CPMനകത്ത് മതരാഷ്ട്രവാദികൾ നുഴഞ്ഞു കയറുകയും അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും പാർട്ടിയിൽ ഈ മതരാഷ്ട്രവാദികൾ ആരാണ്, പാർട്ടി പ്രവർത്തകരാരാണ്, പാർട്ടി നേതാക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അവർ നേതൃത്വങ്ങളിൽ എത്തുകയും ചെയ്യുന്നു എന്നത് CPMനകത്തു തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും നേരിട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ കാരണം MEC7 എന്ന് പറയുന്ന ഈ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ CPM നിലപാട് മാറ്റിയത് കാണുമ്പോഴാണ്. എന്തിനാണ് CPM ആ ഒരു നിലപാട് മാറ്റിയത്? ഒരു ഉറച്ച നിലപാട് എടുക്കുകയും അത് പി മോഹനൻ, പിന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയും ചെയ്തിട്ട് പെട്ടെന്ന് ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ പെട്ടെന്ന് അത് മാറുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നതാണ് നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത്. കാരണം CPMനകത്ത് ഈ മതരാഷ്ട്രവാദികൾ അമിതമായിട്ട് കടന്നു കയറിയിരിക്കുന്നു, നേതൃത്വത്തിലെത്തിയിരിക്കുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി സുപ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ഇത്തരം മതരാഷ്ട്രവാദികൾ കയറി കൂടിക്കഴിഞ്ഞു. ഇനി CPMന് അത്തരത്തിലൊരു നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ആലപ്പുഴയിൽ വിപിൻ സി ബാബു എന്ന് പറയുന്ന പിന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം CPMന്റെ ഒരു കുടുംബത്തിൽ നിന്നും, അതിൽ അമ്മ പിന്നെ CPM നേതാവാണ്, ജനപ്രതിനിധിയാണ്, മകൻ CPM നേതാവാണ്, ജനപ്രതിനിധിയാണ്. അങ്ങനെയുള്ള ഒരു CPM കുടുംബത്തിൽ നിന്നും വിപിൻ സി ബാബു എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗം, ജില്ലാ പഞ്ചായത്ത് അംഗം ഒക്കെ ആയ ആള് CPMൽ നിന്നും പുറത്തു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് CPMനകത്ത് മതരാഷ്ട്രവാദികൾ അമിതമായിട്ട് കയറിക്കൂടിയിരിക്കുന്നു, ഇനി അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് ഈ കാര്യം പറയുന്നതല്ല. പാർട്ടിക്ക് നിൽക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പല നേതാക്കളുടെ മുന്നിലും ശ്രദ്ധയിൽപ്പെടുത്തുകയും പല യോഗങ്ങളിലും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഒറ്റപ്പെടുത്താനും തന്നെ തിരുത്താനുമാണ് നേതൃത്വം ശ്രമിച്ചത്. പക്ഷേ അവിടെ കയറിയിരിക്കുന്ന സ്വന്തം തോളിനോട് തോള് ചേർന്നിട്ട് മതരാഷ്ട്രവാദികൾ കയറി കൂടിയിരിക്കുന്നു എന്നത് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ നേതൃത്വം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ CPMന് ഇനി ഈ മതരാഷ്ട്രവാദികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ആ പ്രസ്ഥാനത്തോട് ഇനി കൂടെ യോജിച്ച് നിൽക്കാൻ കഴിയില്ല എന്നാണ് വിപിൻ സി ബാബു പറഞ്ഞത്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരത്തെ ഒരു 10-42 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം, അതുപോലെ വലിയ സ്ഥാനങ്ങളിലെത്തുകയും അവസാനം ഏരിയ കമ്മിറ്റി അംഗമായി മാറുകയും പിന്നെ നീണ്ട വർഷക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിരുന്ന മധു മുല്ലശ്ശേരി പുറത്തു പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോഴും അവർ പറഞ്ഞ ആരോപണം ഇതുതന്നെയാണ്. അതായത് മതരാഷ്ട്രവാദികൾ CPMനകത്ത് നുഴഞ്ഞു കയറി അവര് പിന്നെ ഇനി പാർട്ടി അത്തരത്തിൽ കാര്യങ്ങൾ നടത്തുകയുള്ളൂ എന്നത്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിയുടെ പല സമ്മേളനങ്ങളിലും അത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ചില നടപടികളെടുത്ത് പുറത്താക്കുന്നവരിൽ നിന്ന് കാണുമ്പോൾ ആലപ്പുഴയിൽ തന്നെ വിപിൻ സി ബാബു പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആലപ്പുഴയിൽ തന്നെ പ്രമുഖനായ ഒരു നേതാവിനെ, ഒരു ഷാജഹാൻ എന്ന് പറയുന്ന നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് പാർട്ടി ജില്ലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അദ്ദേഹത്തിനെ പുറത്താക്കിയത് ഇത്തരത്തിലുള്ള ചില വാദങ്ങളുടെയും ഇത്തരത്തിലുള്ള ചില ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഒക്കെ നടത്തുന്നത് കൊണ്ടാണ്. ഈ മതരാഷ്ട്രവാദികൾ തന്നെയാണ് ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനും അതിൻ്റെ വ്യാപനത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ MV ഗോവിന്ദൻ പറയുകയുണ്ടായി, ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രമായിട്ട് ചില ഓഫീസുകൾ മാറുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ
നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതവിടെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ ഗോവിന്ദൻ തന്നെ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മെക്സവൻ എന്ന് പറയുന്ന മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ പിന്നെ കൂട്ടായ്മ ഒരു വളരെ അപകടം പിടിച്ചതാണെന്നും മത രാഷ്ട്രവാദികളും രാജ്യവിരുദ്ധരും അതിനകത്തുണ്ടെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞെങ്കിൽ ഇതുവരെയും ആ ജില്ലാ സെക്രട്ടറിയെ തിരുത്തി പറഞ്ഞു. പക്ഷേ ജില്ലാ സെക്രട്ടറി പറഞ്ഞ് 2 മാസമായിട്ടും പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പാർട്ടിക്കകത്ത് ഇവർ ശക്തമായ സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നു. അവർ അതിനകത്ത് നുഴഞ്ഞു കയറി ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. പിന്നെ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സിന് പോലും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തിയായിട്ട് ഈ മതരാഷ്ട്രവാദികൾ പാർട്ടിക്കകത്ത് കയറി കൂടി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദന് ഇത്രയും ആയിട്ടും ഇത്തരത്തിലൊരു അഭിപ്രായം ഈ മെക്സവനെ കുറിച്ച് ഒരു പ്രമുഖനായ പാർട്ടി നേതാവ് പിന്നെ പറഞ്ഞിട്ട് പോലും അതിനെ പിന്നെ സമസ്ത പോലുള്ള സംഘടനകൾ തള്ളി പറഞ്ഞിട്ട് പോലും എം വി ഗോവിന്ദന്, അതായത് സമസ്തയിലെ പ്രമുഖരായ വിഭാഗം അതിനെ തള്ളിപ്പറയുകയുണ്ടായി. മെക്സവൻ സൂക്ഷിക്കണം, ഇതിനകത്ത് കുഴപ്പമുണ്ട്, ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, SDP ഉണ്ട്, അതുകൊണ്ട് ഈ സമസ്തയിൽപ്പെടുന്ന സമസ്തയിൽ ഉൾപ്പെട്ട ആൾക്കാരൊന്നും തന്നെ ഈ മെക്സവന് ചെന്ന് പെടരുത് എന്ന് സമസ്തയുടെ ചില നേതാക്കൾ പുറത്ത് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് പോലും എം വി ഗോവിന്ദന് അതിനെതിരെ ഒരു വാക്ക് പറയാൻ പോലും ധൈര്യം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ഇത്തരം വാദികൾ കടന്നു കയറിയിരിക്കുന്നു. പാർട്ടിയിലെ നയപരമായ തീരുമാനങ്ങളിലും സാമ്പത്തികമായ പിന്നെ തീരുമാനങ്ങളിലും നിലനിൽപ്പിനും ഫണ്ട് സ്രോതസ്സുകളുടെ ചുമതലയ്ക്കും എല്ലാം ഇവർ കൈകടത്തിയിരിക്കുന്നു, അവർ പിന്നെ കരസ്ഥമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടിക്ക് ഇനി അതിൽ നിന്നും രക്ഷ നേടാനില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും കയ്യൂരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പി മോഹനൻ ചെയ്തത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ വോട്ടുകൾ മുഴുവനും നഷ്ടമായത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളാണ്. അപ്പോൾ ഇത് ഒരു ബഹുഭൂരിപക്ഷം ഹിന്ദു വോട്ടുകൾ കൊണ്ട് ജയിച്ചുകൊണ്ടിരുന്ന CPM-ന് ലോക്സഭയിൽ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച പരാജയം നേരിടേണ്ടി വന്നത് ഹിന്ദു വോട്ടുകൾ ചിതറിപ്പോവുകയും CPM-ന്റെ ഹിന്ദു വോട്ടുകൾ മാറിപ്പോവുകയും ചെയ്തതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ പി മോഹനൻ ഇത്തരം ഒരു അഭിപ്രായം തുറന്നടിച്ചത്. പക്ഷേ പി മോഹൻ്റെ അഭിപ്രായത്തോട് ഉറച്ചു നിൽക്കാൻ CPM-ന്റെ സംസ്ഥാന നേതൃത്വം കഴിയാതെ പോയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം എന്തു നിലപാടിലാണ് എന്നത് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവർ ഇതേ ആരോപണം ഉന്നയിച്ച് പുറത്തു പോകുന്നു, നിൽക്കുന്നവർ നിരവധി പേർ ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിക്ക് നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ പിടി പാർട്ടിക്കകത്ത് മുറുകിയിരിക്കുന്നു, ഈ മതരാഷ്ട്രവാദികളുടെ പിടി.